മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ വീണ്ടും ആഞ്ഞടിക്കുകയാണ്. പലപ്പോഴായി CPM നേതൃത്വത്തിനു നേരെ മുള്ളും മുനയും വെച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും ചിലതൊക്കെ പറഞ്ഞ് സുധാകരൻ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിലും സുധാകരൻ പങ്കെടുത്തിരുന്നു. KPCC സംഘടിപ്പിച്ച പരിപാടിയെത്തിയ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും കുറിക്കുകൊള്ളുന്നതായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിശക്തമായി തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അടക്കം നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്, പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ജി സുധാകരൻ. അവൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ് സൈബർ അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല. പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. മനസ്സിലായില്ലേ? പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. അല്ലാതെ സൈബർ ഗ്രൂപ്പ് ഒന്നും പാർട്ടിയുടെ അല്ല. അത് ആൻറ്റി പാർട്ടിയാണത്. കംപ്ലീറ്റ്ലി ആൻറ്റി പാർട്ടി, ആൻറ്റി മാർക്സിസ്റ്റ്. എന്നെ മാത്രമല്ല ഒരുപാട് പേരെ പണ്ട് ശൈലജ ചെന്ന് പറഞ്ഞല്ലേ അവർ. അത് പോട്ടെ, ഞാനത് കണ്ടിട്ടേ ഇല്ല. കാരണം എൻ്റെ മൊബൈലിൽ ഈ സാധനമില്ല. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് എന്നാണ് അതിന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് കള്ളപ്പേരാണ് ഇത് മുഴുവൻ. ഇതൊക്കെ ഈ അമ്പലപ്പുഴയും ചുറ്റുപാടുള്ള ഒരു 10-15 പേര് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അതിനൊക്കെ നല്ല മറുപടി ആൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാത്തവരാണ് മറുപടി കൊടുക്കുന്നത്. പൊതുയോഗം വെച്ച് ധൈര്യം ഉണ്ടേ പറ, പിന്നെ പറയാമല്ലോ അവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് പറയാൻ പറ. ഇതൊക്കെ ആർക്കാ പറയാം? നിങ്ങളുടെ നാല് ചീത്ത പറയാൻ ഒരാളെ ഏജന്റിനെ വെച്ചാൽ നിങ്ങളെ അവർ ചീത്ത പറയാം. അതുകൊണ്ട് എന്ത് മനോസുഖമാണ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. എനിക്ക് KV തോമസിനെ പറ്റി ഒന്നും പറയാനില്ല, കേട്ടല്ലോ. എൻ്റെ അജണ്ടയിലുള്ള ആളല്ല. പക്ഷേ എനിക്കത് എൻ്റെ വിഷയമല്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എനിക്ക് അയാൾ ഇൻസ്പിറേഷൻ അല്ല, ഒരാവേശമല്ല, എൻ്റെ സുഹൃത്തല്ല, ഒന്നുമല്ല. നിയമസഭയിലൊക്കെയാണ് ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നുണ്ടല്ല. വേറെ പ്രത്യേക സ്നേഹക്കുറവൊന്നുമില്ല. അത് വിട്ടത് കേരളത്തിൽ ഇങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ ആണ്. പിന്നെന്താ എൻ്റെ ഭാര്യ മാത്രം പറഞ്ഞു? സൈബർ ഗ്രൂപ്പ് അപ്പൂപ്പൻ്റെ ഗ്രൂപ്പ് പോയി പറയാൻ പറ. അവൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ അമ്മയ്യപ്പൻ്റെ ഗ്രൂപ്പ് സൈബർ അങ്ങനെ ഗ്രൂപ്പ് പാർട്ടിക്കില്ല. പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. മനസ്സിലായില്ലേ? പാർട്ടി മെമ്പേഴ്സാണ് പാർട്ടിയുടെ സൈന്യം. അല്ലാതെ സൈബർ ഗ്രൂപ്പ് ഒന്നും പാർട്ടിയുടെ അല്ല. അത് ആൻറ്റി പാർട്ടിയാണത്. കംപ്ലീറ്റ്ലി ആൻറ്റി പാർട്ടി, ആൻറ്റി മാർക്സിസ്റ്റ്. എന്നെ മാത്രമല്ല ഒരുപാട് പേരെ പണ്ട് ശൈലജ ചെന്ന് പറഞ്ഞല്ലേ അവർ. അത് പോട്ടെ, ഞാനത് കണ്ടിട്ടേ ഇല്ല. കാരണം എൻ്റെ മൊബൈലിൽ ഈ സാധനമില്ല. എൻ്റെ മൊബൈൽ എനിക്ക് താല്പര്യമില്ലാത്ത അവരെന്ത് വേണം പരാമർശിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് എന്നാണ് അതിന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് കള്ളപ്പേരാണ് ഇത് മുഴുവൻ. ഇതൊക്കെ ഈ അമ്പലപ്പുഴയും ചുറ്റുപാടുള്ള ഒരു 10-15 പേര് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. അത് പോട്ടെ, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അതിനൊക്കെ നല്ല മറുപടി ആൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാത്തവരാണ് മറുപടി കൊടുക്കുന്നത്. പൊതുയോഗം വെച്ച് ധൈര്യം ഉണ്ടേ പറ, പിന്നെ പറയാമല്ലോ അവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് പറയാൻ പറ. ഇതൊക്കെ ആർക്കാ പറയാം? നിങ്ങളുടെ നാല് ചീത്ത പറയാൻ ഒരാളെ ഏജന്റിനെ വെച്ചാൽ നിങ്ങളെ അവർ ചീത്ത പറയാം. അതുകൊണ്ട് എന്ത് മനോസുഖമാണ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലാതെ ജി സുധാകരൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എൻ്റെ പ്രസംഗം ഫുള്ളായിട്ട് കേട്ടവരുണ്ട്. അത് യൂട്യൂബിലൊക്കെ വന്നെന്നാണ് പറയുന്നത്. എത്ര പേരാ കേട്ടിട്ട് എന്നെ അഭിനന്ദിക്കാത്ത ഒരാൾ പോലും ഇല്ല. പഴയ SFI പ്രവർത്തി ഇതുപോലെ വേണം പ്രസംഗിക്കാൻ. അവിടെ മാർക്സിസ്റ്റ് പൊളിറ്റിക്സ് കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാവാത്ത ഭാഷയിലാണ് സംസാരിച്ചത്. ഞാനെന്തോ വിശ്വപൗരനെ പറ്റി, ഞാൻ ശശി തരൂരിൻ്റെ പേര് പോലും പറഞ്ഞില്ല. അപ്പൊ ശശി തരൂരിനെ പറ്റിയാണ് പറഞ്ഞത് നമ്മൾ. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന. അപ്പോഴാണ് ആളുകൾ അറിയുന്നത് ആരെ പറ്റിയാണെന്ന്. അതിന് നന്ദി പറയേണ്ടത് ആരോടാ? രമേശ് ചെന്നിത്തല. ഞാൻ അയാളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞാനൊരു പോയിന്റാ പറഞ്ഞു. വിശ്വപൗരൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്, മഹാത്മാഗാന്ധിയാണ്, നെഹ്റുവാണ്, ടാഗോറാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഈവൻ EMS പോലും വിശ്വപൗരനാണ്. അതുപോലെയുള്ള കോൺട്രിബ്യൂഷൻ നടത്തുക, അല്ലാതെ ഏതെങ്കിലും UN ഉദ്യോഗസ്ഥന്മാരായിരുന്നവരെ പറ്റിയല്ല. എന്തേ ഞാൻ പറഞ്ഞുള്ളൂ. വളരെ ശശി തരൂരിനെ പറ്റിയാണ്. ഞാൻ ആ പേരൊന്നും പറഞ്ഞില്ല. അത് രമേശ് ചെന്നിത്തല ഇന്നും പറഞ്ഞു. അവിടെ വെച്ച് പറഞ്ഞില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊന്നും പ്രശ്നമല്ല. അപ്പം ഞാൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മാത്രമാണ് പാർട്ടിയുടെ. ഇവിടെ ഒരുപാട് മുൻ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, മുൻ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രാധാന്യം നിങ്ങൾ എനിക്ക് കൽപ്പിച്ചു തരുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു ഈ വയസ്സിലുമെന്ന് നിങ്ങളാണ് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നന്ദി എനിക്കുണ്ട്. എൻ്റെ വായിൽ നിന്ന് മാർസൽ ലെനിനിസം പഠിച്ച് പ്രായോഗികമായി നടപ്പാക്കാൻ അറിയാവുന്ന എന്നിൽ നിന്ന് ഒരു വാക്കും അതിനെതിരെ വരുത്തില്ല. എനിക്ക് KV തോമസിനെ പറ്റി ഒന്നും പറയാനില്ല, കേട്ടല്ലോ. എൻ്റെ അജണ്ടയിലുള്ള ആളല്ല. പക്ഷെ എനിക്കത് എൻ്റെ വിഷയമല്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എനിക്ക് അയാൾ ഇൻസ്പിറേഷൻ അല്ല, ഒരാവേശമല്ല, എൻ്റെ സുഹൃത്തല്ല, ഒന്നുമല്ല.
നിയമസഭയിലൊക്കെ ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നുണ്ടല്ല, വേറെ പ്രത്യേക സ്നേഹക്കുറവൊന്നുമില്ല. അത് വിട്ടേര്. ഇവിടെ കേരള രാഷ്ട്രീയത്തിലൊന്നുമല്ല, എന്തോ ഒരു സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടൊന്നും കാര്യമല്ല. അതൊന്നും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നവരല്ലല്ലോ പുതിയ തലമുറ. ഇതെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾക്ക് അതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കത്തും കണ്ടില്ല. എനിക്ക് കത്ത് അയക്കേണ്ട കാര്യമില്ല.